എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരം നാളെ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നിങ്ങളുടെ +1 സേവ് ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് മെയ് 12-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അതായത് ഏത് വിഷയമാണ് നിങ്ങൾ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഇപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷ, അതായത് 2025 റിസൾട്ട് വന്നിട്ടുള്ള ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് കൊണ്ടുപോവേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ഫോം നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ റീവാലുവേഷനായിട്ട് 500 രൂപയാണ് റീവാലുവേഷനായിട്ട് ഫീസ് വരിക. സ്ക്രൂട്ടിനിക്ക് ആണെങ്കിൽ 100 രൂപയാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് ആണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം പിന്നീട് നിങ്ങൾ നൽകേണ്ടത്, അതായത് ഈ ഒരു 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു +1 ഈ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുമോ എന്നുള്ളത്. അപ്പോൾ റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാർക്കൊന്നും കുറയുന്നതല്ല. റീവാലുവേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്കിപ്പോൾ മാർക്ക് കൂടുകയാണ് എങ്കിൽ നിങ്ങൾക്ക്, അതായത് 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അതേസമയം റീവാലുവേഷനിൽ അപേക്ഷിച്ച് നിങ്ങൾക്ക് മാർക്കൊന്നും കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യമുള്ള മാർക്കാണ് പരിഗണിക്കുക. അതുപോലെ റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആദ്യം ലഭിച്ച മാർക്കാണ് പരിഗണിക്കുക. അതായത് ഏതാണോ കൂടിയ മാർക്ക് അതാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ റീവാലുവേഷനിൽ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കെമിസ്ട്രിക്ക് ഈ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് കെമിസ്ട്രിക്ക് പരീക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒരു 18 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു റീവാലുവേഷന് മുമ്പ്, അതായത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, ആ റീവാലുവേഷന് മുമ്പല്ല റിസൾട്ട് വരും മുമ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു 35 മാർക്കെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അതായത് 60-ൽ 35 മാർക്കെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 18 കിട്ടിയിട്ടുള്ളൂ. അതായത് ആ ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് 60-ലാണ് വരുന്നത്. അപ്പോൾ 60-ന്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ് വരിക. അപ്പോൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 18 മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റീവാലുവേഷന് ശേഷം റീവാലുവേഷന് ശേഷം വന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 24 മാർക്കോ അതിന് മുകളിലോട്ടോ ആണ് കിട്ടിയത്. ഒന്നുകിൽ 24 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ മാർക്കാണ് കിട്ടിയതെങ്കിൽ അത് 10%ഓ അതിലധികമോ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അടച്ചിട്ടുള്ള 500 രൂപ നിങ്ങൾക്ക് തിരികെ സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റീഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ 10% കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. 10%-ൽ കുറവോ അല്ലെങ്കിൽ ഒറ്റ മാർക്കും കൂടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക്, അത് തീരെ മാർക്കും കൂടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ റീഫണ്ട് കിട്ടത്തില്ല. ഈ ഒരു 10% കൂടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു റീഫണ്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ടുള്ളത് നമുക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് 20 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ 24 മാർക്ക് വേണം ജയിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ടുള്ള മാർക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് ഇതുപോലെ 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് 80-ലാണ് വരുന്നത്. 80-ന്റെ 10% എന്ന് പറയുമ്പോൾ അതായത് 80-ന്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ റീവാലുവേഷൻ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു 20 മാർക്കിന് പകരം നിങ്ങൾക്കൊരു 30 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10% കൂടിയിട്ടുണ്ട്. അതായത് 20-നോട് 10 കൂട്ടിയാലാണ് 30 വരുന്നത്. അപ്പോൾ ഈ ഒരു 80-ന്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ 8 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു 8 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെ, അതുപോലെ 8 മാർക്കോ 8 മാർക്കിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ 10%ഓ അതിലധികമോ മാർക്ക് കൂടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് തുക നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഈ റിസൾട്ട് വന്ന് ഏകദേശം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും റീഫണ്ട് തുക ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ 10% മാർക്ക് കൂടിയിട്ടുണ്ട് എങ്കിലാണ്, അതായത് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കും. 6 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കൂടണം.
50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലേഷനായിട്ട് അപേക്ഷിച്ച ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരികെ റീഫണ്ട് കിട്ടും. നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ മാർക്ക് കുറയുകയാണെങ്കിലോ നിങ്ങളുടെ കൂടിയ മാർക്ക് പരിഗണിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ 500 രൂപയാണ് റീവാലേഷൻ ആയിട്ടുള്ള ഫീസ്. അപ്പോൾ ഇതാണ് അപേക്ഷാ ഫീസ്. പൂരിപ്പിക്കാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാവുന്ന ഒരു ഫോമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നെയിം നൽകാനായിട്ട്. ഇവിടെ നിങ്ങളുടെ അതായത് ആദ്യം ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് തടഞ്ഞ ശേഷം ഫസ്റ്റ് ഇയർ മാർച്ച് 2025 രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു പേര് എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഇവിടെ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡും, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇവിടെ പേപ്പർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ സീരിയൽ നമ്പർ എന്നുള്ളിടത്ത് 1 2 3 എന്ന് പറഞ്ഞിട്ട് സാധാരണ നൽകുന്ന രീതിയിൽ 1 2 3 എന്ന് നൽകുക. പാർട്ട് എന്നുള്ളിടത്ത് പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പാർട്ട് 1 ആണെങ്കിൽ ഇവിടെ നെയിം ഓഫ് പേപ്പർ എന്നുള്ളത് ഇംഗ്ലീഷാണ് വരിക. അതുപോലെ അതിൻ്റെ TE മാർക്ക് എത്രയാണോ അതാണ് സ്കോറിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം ഇവിടെ വെദർ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് എൻക്ലോസ്ഡ്, അതായത് നിങ്ങളുടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു അല്ലെങ്കിൽ സേ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പരീക്ഷ ചെയ്തത് അതിനനുസരിച്ച് അതിൻ്റെ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സും കൃത്യമായിട്ട് ഇടുക. അതിനുശേഷം പിൻകോഡ്, ഫോൺ നമ്പർ, അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇവിടെ പ്ലേസ്, ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ഫോമിൽ തന്നെ 500 രൂപയാണ് റീവാലേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീവാലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്നതിനാണ് റീവാലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 10% മാർക്ക് നിങ്ങൾക്ക് റീവാലേഷൻ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിയിട്ടുണ്ടോ, അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പരിശോധിക്കാത്തതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ആണ് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 12-ാം തീയതിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് +1 സേ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നാളെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് അപേക്ഷിക്കുക. റീവാലേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നുമില്ല. 10% കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റീഫണ്ട് കിട്ടത്തുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല. അഥവാ മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് കിട്ടും. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് 10%-ന് പകരം നിങ്ങൾക്ക് 1 2 ഒക്കെ മാർക്കാണ് കൂടുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു മാർക്ക് കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾ റീവാലേഷനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.